1761 ജനുവരി 14 മറാത്ത സൈന്യത്തെ പരാജയപ്പെടുത്തിയത് അഫ്ഗാൻ തോക്കുകളായിരുന്നില്ല, മറിച്ച് ജിഹാദ് എന്ന മുദ്രാവാക്യമായിരുന്നു. മറാത്തക്കാർ ആരുടെ ജീവനാണോ പലതവണ രക്ഷിച്ചത്, അതേ മുഗളന്മാരാണ് ആദ്യം അവരെ പിന്നിൽ നിന്ന് കുത്തിയത്. ജനുവരി 14 രാജ്യം മുഴുവൻ മകരസംക്രാന്തി ദിനത്തിൽ ദാനധർമ്മങ്ങളിലും പുണ്യസ്നാനങ്ങളിലും മുഴുകിയിരിക്കുമ്പോൾ ഇസ്ലാമിക ഭരണാധികാരികൾ മറാത്തക്കാർക്കെതിരെ ഒരു സൈനിക സഖ്യം രൂപീകരിച്ച് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടത്തി. എന്നാൽ മഹാദ്ജി ഷിൻഡെ സിന്ധ്യയുടെ നേതൃത്വത്തിൽ വെറും 10 വർഷത്തിനുള്ളിൽ മറാത്തക്കാർ ഗംഭീരമായ ഒരു തിരിച്ചുവരവ് നടത്തി. പേഷ്വ മാധവറാവു ഒന്നാമൻ, നാനാ ഫഡ്നാവിസ് എന്നിവരോടൊപ്പം അദ്ദേഹം മറാത്ത പുനരുജ്ജീവനത്തിൻ്റെ 3 തൂണുകൾ എന്ന് അറിയപ്പെട്ടു. പാനിപ്പത്ത് യുദ്ധത്തിൽ പരിക്കേറ്റെങ്കിലും അതിജീവിച്ച വ്യക്തിയായിരുന്നു മഹാദ്ജി ഷിൻഡെ. റാണോജി ഷിൻഡെയുടെ ഇളയ മകനായിരുന്ന അദ്ദേഹം ഗ്വാളിയോറിലെ ഭരണാധികാരിയായി. പാനിപ്പത്തിന് ശേഷം അദ്ദേഹം സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. പരമ്പരാഗത മറാത്ത കുതിരപ്പടയെ യൂറോപ്യൻ ശൈലിയിലുള്ള കാലാൾപ്പടയുമായും ആധുനിക പീരങ്കിപ്പടയുമായും അദ്ദേഹം സംയോജിപ്പിച്ചു. ഫ്രഞ്ച് ഓഫീസർ ബെനോയിറ്റ് ഡിബോയിൻ്റെ സഹായത്തോടെ പിന്നീട് ബ്രിട്ടീഷുകാരെ പോലും വെല്ലുവിളിച്ച അച്ചടക്കമുള്ള ബറ്റാലിയനുകൾ അദ്ദേഹം സൃഷ്ടിച്ചു. 1771 മഹാദ്ജി ഷിൻഡെ ഒരു വലിയ സൈന്യവുമായി ഉത്തരേന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. 1771 ഫെബ്രുവരിയിൽ അദ്ദേഹം ഡൽഹി പിടിച്ചെടുക്കുകയും നജീബുദ്ദൗളയുടെ മകനായ രോഹില്ല തലവൻ സബിത ഖാനെ പരാജയപ്പെടുത്തി നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അലഹബാദിൽ ബ്രിട്ടീഷ് സംരക്ഷണയിലായിരുന്ന മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമനെ മഹാദ്ജി ഡൽഹിയിലേക്ക് തിരികെ കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി. ഇതിനു പകരമായി ഷാ ആലം മഹാദ്ജിക്ക് നൈബ് വക്കീൽ ഇ മുത്തലക് എന്ന പദവി നൽകി. ഇതോടെ മുഗൾ ചക്രവർത്തി നാമമാത്രമാവുകയും യഥാർത്ഥ അധികാരം മറാത്ത കൈകളിലാവുകയും ചെയ്തു. പാനിപ്പത്തിൽ രോഹില്ലകൾ വഹിച്ച പങ്ക് ഓർമ്മിച്ചുകൊണ്ട് മഹാദ്ജി രോഹിൽഖണ്ഡ് ആക്രമിച്ചു. നജീബാബാദ് കീഴടക്കുകയും രോഹില്ല കുടുംബത്തെ തടവിലാക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് രോഹില്ലകൾ കൊല്ലപ്പെടുകയും വലിയ പിഴകൾ ചുമത്തപ്പെടുകയും ചെയ്തു. ഇത് പാനിപ്പത്തിനുള്ള നേരിട്ടുള്ള പ്രതികാരമായിരുന്നു. 1780കളിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെയും പരാജയപ്പെടുത്തി. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ അദ്ദേഹം വഡ്ഗാവ് യുദ്ധം ജയിക്കുകയും 1782 സാൽബായ് ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാരെ പിൻവാങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തു. 1788 രോഹില്ല ഗുലാം ഖാദർ ഷാ ആലമിനെ അന്ധനാക്കിയപ്പോൾ മഹാദ്ജി ഡൽഹി തിരിച്ചുപിടിക്കുകയും ഗുലാം ഖാദറിന് ക്രൂരമായ ശിക്ഷ നൽകുകയും ചെയ്തു. ഈ സമയത്ത് മറാത്ത സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിലായിരുന്നു. ഡൽഹി മുതൽ തെക്ക് വരെയും രാജ്പുത്താന, രോഹിൽഖണ്ഡ്, ഹരിയാന എന്നിവിടങ്ങളിലും അവരുടെ സ്വാധീനം നിലനിന്നു. 1794 മഹാദ്ജി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ആഭ്യന്തര കലഹങ്ങൾ വർദ്ധിക്കുകയും മുഗൾ ചക്രവർത്തി ബ്രിട്ടീഷ് സംരക്ഷണയിലാവുകയും ചെയ്തു. എന്നാൽ പാനിപ്പത്തിലെ തോൽവി താൽക്കാലികമായിരുന്നുവെന്ന് മഹാദ്ജിയുടെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിച്ചു. ധീരതയിലൂടെയും തന്ത്രത്തിലൂടെയും ഐക്യത്തിലൂടെയും മറാത്തക്കാർ തിരിച്ചുവരവ് നടത്തുക മാത്രമല്ല, ഉത്തരേന്ത്യയിലുടനീളം ഹിന്ദവി സ്വരാജിന്റെ മുദ്ര ഒരിക്കൽ കൂടി പതിപ്പിക്കുകയും ചെയ്തു. ത്യാഗങ്ങൾ ഒരിക്കലും വൃഥാവിലാകില്ലെന്നും അവ പുതിയ തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും ഈ ചരിത്രം കാണിച്ചു തരുന്നു.